അത് എസ് പാർട്ടി വിധിയായി. എന്നോടൊപ്പം വന്ന് താമസിക്കുക. അതിൻ്റെ പകർപ്പ് മേടിച്ചു, അപേക്ഷ വെച്ചു. ഡൈവേഴ്സ് കോടതിയായിട്ട് തന്നു. അവർ വന്നില്ല കോടതി. അതിനുശേഷമാണ് ഞാൻ ഈ വിവാഹം ചെയ്തത്. സംശയം അല്ലാതെ ഒരു രൂപ പോലും സ്ത്രീധനം ഞാൻ വാങ്ങിയിട്ടില്ല. ഈ സ്ത്രീയുടെ എൻ്റെ അനിയത്തിയോട് പോലും മിണ്ടാനൊക്കത്തില്ല. എൻ്റെ പുറകൂടെ ഒരു പെണ്ണ് വരികയാണെങ്കിൽ പറയും, ആ ഇത് നിങ്ങളുടെ കാമുകിയ എന്ന് പറയുന്ന ഒരവസ്ഥയില്ല ഞാൻ. ഇവരെ കല്യാണം കഴിക്കുമ്പോൾ ഒന്നുമില്ല അവരുടെ വീട്ടിൽ. ഞാൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ ഒരു മുടി ഇരുന്നാൽ അത് സംശയം. നമ്മൾ വെള്ളത്തിലെ പണിയാണ്, അഴുക്കുകൾ കാണും, വെള്ളത്തിലായി അഴുക്കെല്ലാം ചെന്ന് വീഴുന്നത്. സത്യമാണ്. ഞാൻ അടി കൊടുത്തു. ഒരു ചിലവെടുത്തിച്ചും എൻ്റെ തലക്കടിക്കാനായിട്ട് വന്നു. അടിച്ചടിക്കാൻ എൻ്റെ കൈ കുളന്നു പോയി. 3 സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഈ കൈ. വല്ലവനെയും പിടിച്ച് കൊച്ചിനെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ചെലവിന് തരണോടി നിനക്ക്? ഈ ചോദ്യം 100 ആവർത്തി കഴിഞ്ഞിപ്പോ. രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായതിനു ശേഷം എത്ര രാത്രി എന്നെ പട്ടിണിക്കിട്ടിട്ടുണ്ടെന്നറിയാവാ? സാഗിയിട്ട ഞാൻ 8ാം മാസത്തെ എന്റെ വീട്ടിൽ പോകുന്നത്. അതൊക്കെ ഏട്ടനറിയാവുന്ന കാര്യം. എന്നിട്ട് ഇവിടെ നിന്ന് കള്ളം പറയേണ്ട കാര്യമില്ല. എനിക്ക് വിശപ്പ് 8 മാസം തേഞ്ഞൊരു കുഞ്ഞിറങ്ങി എങ്ങനെ മെഡമിച്ചിട്ട് കിടക്കുന്നത്? ഞാൻ ആഹാരം കഴിക്കുന്നതിനൊക്കെ കണക്ക് പറയുമായിരുന്നു. അപ്പൊ എനിക്കൊന്നും കഴിക്കാൻ തോന്നത്തില്ല. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ പോകുന്നതാ. അങ്ങനെ ആരെങ്കിലും ചെയ്യൂ? എന്റെ മൂത്ത മോളോട് ചോദിക്കണം എന്ന് വരുന്നുണ്ട് പറയാം. എന്തോ വല്ലവനെയും പിടിച്ച് കൊച്ചിനെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ചെലവിന് തരണോടി നിനക്ക്? ഈ ചോദ്യം 100 ആവർത്തി കഴിഞ്ഞിപ്പോ. പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാ. ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് സത്യം. അത് നമ്മുടെ ഈ വയറ്റി ജനിച്ച ഒരു കുഞ്ഞിനെ വേണ്ടെന്ന് പറയാൻ എന്താ അപ്പൊ പറയേണ്ട കാര്യമാണോ? കുറെ കൂടെ മുമ്പേ ആലോചിക്കേണ്ട കാര്യമല്ലേ അത് വേണോ വേണ്ടയോ എന്നുള്ളത്. ഇന്ന് നിമിഷം വരെ ആ കുഞ്ഞിനെ കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ ചെയ്തത്? അവിടെ ഇരുന്ന മേഡമാണ് പറഞ്ഞു വേണു കുഞ്ഞിനെ ഒന്ന് കൈകൊണ്ട് ഇടുന്ന പറയും. ഞാൻ കണ്ടില്ല, കുറച്ചു മുമ്പേ എടുത്തെന്ന് പറയുന്നത് കേട്ട്. വേണു അതൊക്കെ ടെസ്റ്റ് ചെയ്താൽ അറിയാനൊക്കെ കേട്ടോ നിങ്ങളുടെ കുഞ്ഞിനാണോ എന്നൊക്കെ അറിയാൻ. ഞാൻ നിഷേധിച്ചിട്ടില്ല. വേണ്ട എന്ന് മാത്രമേ ഞാൻ ഒരു വാക്ക് പറഞ്ഞു. ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോ മേഡം ഞാൻ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ ഒരുക്കി ഞാൻ ഇവിടെ ഇരുത്താം. നിങ്ങൾ ഏത് ലാബിൽ കൊണ്ടല്ല DNA ടെസ്റ്റോ അതിന് വലിയ ടെസ്റ്റോ എല്ലാം ഉണ്ട്, അതോ ചെയ്ത് നിങ്ങൾ നോക്ക്. എനിക്ക് അതിലൊന്നും ഒരു പരാതിയുമില്ലെന്ന് ഞാൻ പറഞ്ഞു. ഇപ്പം ഇങ്ങനെ രണ്ടാമതായി ഇവര് ഒന്ന് ഒതുങ്ങി നമ്മളോട് ഈ തറുതലയും മറ്റുള്ള ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇവര് ഈ കുഞ്ഞായി, അല്ലെ നമ്മൾ കൊണ്ടുവന്ന ഒരു കറുപ്പ് ചരടാണേലും, അല്ലെ കെട്ടുന്ന സമയം, അല്ലെ ഇവരുടെ വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്. എന്റെ വീട് അടുത്താണ്. ആരെങ്കിലും ഒരു കുഞ്ഞിനെ പറഞ്ഞു വിട്ടായാലും പറഞ്ഞു വിട്ടായാലും അമ്മയോടൊന്നും പറയട്ടില്ല. അമ്മയോട് പറഞ്ഞു വിട്ടു മേഡം. എന്റെ ചേച്ചിയെ പറഞ്ഞു വിട്ടു. ആരും പറഞ്ഞു വിട്ടു. 3-ാം തീയതി 28 കുഞ്ഞിന്റെ 28 ഡേറ്റ് എടുത്തിട്ടുണ്ട്. വേണു വന്നില്ല, അമ്മ വരണമെന്ന് പറഞ്ഞു. പറഞ്ഞിട്ടില്ല. എന്നോട് ഇവര് പറഞ്ഞ് ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് ഇത് കൊണ്ടുവന്നില്ല, 10 ദിവസക്ക് മുമ്പ് ഞാൻ കൊണ്ടുവന്ന് കൊടുത്ത. എന്നോട് പറഞ്ഞ് ഞാൻ ചെന്നിട്ടില്ലെങ്കിൽ ഞാൻ ഒരു കുറ്റക്കാരനാക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം 28 കെട്ടണ്ട, നിങ്ങളൊന്ന് ടൈം നോക്കിയിട്ട് വരണം, ഇത് കെട്ടേണ്ടതാണ്. ആ സമയത്ത് ഞാൻ ഇത് കൊണ്ടുവന്ന് കെട്ടാനല്ലെങ്കിൽ ഞാൻ ഇത് കൊണ്ടുവന്ന് ഞാൻ ഇവര് മേടിക്കരുതെന്ന് കരുതിയല്ലേ ഞാൻ നേരത്തെ തന്നെ മേടിച്ചുകൊണ്ട് വെറുതെ മേഡം വരുത്തില്ലെന്ന് തീർത്തും പറഞ്ഞു. നിങ്ങളിത് ഇങ്ങനെയാണോ ഇങ്ങനെ കൊണ്ടുവന്ന് അടയെ കൊണ്ടുവന്ന് വെച്ചാൽ അങ്ങനെ പോകുന്നവരെ എന്ത് ചെയ്യാൻ? മേഡം അതല്ല, ഞാൻ വരുത്തില്ല 28 മൂത്ത കുഞ്ഞിനെ കൊണ്ട് കെട്ടിച്ചോന്ന് പറഞ്ഞു. ഇവര് മേടിക്കരുത് എന്ന് കരുതിയാണ് ഞാൻ നേരത്തെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തത്. അതൊന്നും അല്ല മേഡം, ഇതൊക്കെ വെറും അടവുകളാണ്. ഞാൻ ആ സമയത്ത് കിട്ടിയിട്ടില്ല എങ്കിൽ എന്നെ അതിൽ കുറ്റപ്പെടുത്താതെ കൊടുക്കും. ആ കുഞ്ഞിനെ കണ്ട് എടുക്കാത്തവരില്ലല്ലോ. ഇന്ന് വരെ ഇവരെ ആശുപത്രി കുഞ്ഞിനെ നിങ്ങളൊന്നും എടുക്കാത്തത്? നിങ്ങൾ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. സാമ്പത്തികമായ നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാ നിങ്ങൾ പറഞ്ഞത്. ചെലവ് വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. ശരി, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പലരും അങ്ങനെ ഇപ്പം പ്ലാൻ ചെയ്ത് തന്നെയാണ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, സമ്മതിക്കാം. പക്ഷെ അത് ജനിച്ചു പോയി. ഒരമ്മ എന്നുള്ള നിലയ്ക്ക് ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ അവർക്ക് പറ്റത്തില്ല. അപ്പൊ ആ സ്ഥിതിക്ക് നിങ്ങളുടെ കുഞ്ഞു തന്നെയാണോ നിങ്ങൾക്ക് ഉറപ്പുണ്ട്? അവരെ കുറിച്ച് നിങ്ങൾക്ക് വേറെ മോശം അഭിപ്രായം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അപ്പം
അത് ജനിച്ച സ്ഥിതി ഇപ്പൊ 6 മാസം, ഈ 6 മാസത്തേക്ക് ആ കുഞ്ഞിനെ നിങ്ങളൊന്നും എടുത്തിട്ട് പോലും ഇല്ലെന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ എന്തുമാത്രം വേദന അത് 28 ദിവസത്തിന് മുമ്പേ അവര് പ്രശ്നം വഷളാക്കി എടുത്തില്ല മാഡം. നമ്മൾ എന്റെ ദൈവമേ, 28-നൊന്നും ആരും ഒന്നും മിണ്ടിയില്ല. ഈ 6 മാസം വരെ ഏട്ടൻ വീണ്ടും അതൊക്കെ വന്നിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഈ 6 മാസത്തിനിടയ്ക്ക് എന്താ സംഭവിച്ചത്? അതിനുശേഷം ഞാൻ കുട്ടിയെ പോയി കാണുന്നുണ്ട്, മൂത്താളെയും കാണുന്നുണ്ട്, അതിനെയും കാണും. ഞാൻ എടുത്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവരല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് എടുത്തുകൊണ്ട് അങ്ങനെ 28 കെട്ടുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്റെ മോള് എന്ന് റോഡിൽ ചെന്ന് വലിച്ചോണ്ട് വന്നു. അച്ചാച്ചി കുഞ്ഞാവെ കാണ്. അപ്പോഴത്തേക്ക് പറഞ്ഞ് വന്നിങ്ങനെ പുറകെ കയ്യും കെട്ടി ഇന്നിങ്ങനെ എത്തി നോക്കട്ടെ. കണ്ട് അന്നേരം എന്റെ മോളോട് ചോദിച്ചപ്പോ സത്യം പറഞ്ഞു തരും, അച്ചാച്ചി എടുക്കുന്നില്ല കുഞ്ഞാവെ. അന്നേരം പറഞ്ഞു കയ്യിലെല്ലാം പൊടി അഴുക്കുമൊക്കെയാ, എടുക്കുന്നില്ല എന്നും പറഞ്ഞങ്ങ് പോയി. അങ്ങനെ 28 കഴിഞ്ഞ് പിന്നെ ആ കുഞ്ഞിനെ കാണുന്നത് മൂത്ത മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ 52ാമത്തെ ദിവസം കണ്ടിട്ട് പിന്നെ അത് ഇപ്പോഴാ കുഞ്ഞിനെ കാണുന്നത്. 6 മാസത്തിൽ പുള്ളി തന്നെ നേർന്നതാ. ആ കുഞ്ഞാണെ ഗുരുവായൂർ ഊട്ടിക്കാന്ന് പറഞ്ഞതാ. ഇപ്പൊ എന്റെ ആങ്ങളെയും നാത്തൂനും ഞാനും കുഞ്ഞുങ്ങളുമായിട്ട് പോയി ചോറും കൊടുത്തിട്ട് വന്നത്. അതിന് പോലും നമുക്ക് പുള്ളിയെ കൊണ്ടൊരു ഉപകാരമില്ല. ആ കുഞ്ഞിനെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ പുള്ളി ഇപ്പോഴും ചെലവിന് കൊടുക്കത്തില്ല. ആരും ഉതവുമെന്ന് ആര് കണ്ടു വീണു? നാളെ ആ കുഞ്ഞായിരിക്കും നിങ്ങൾക്ക് നാഴി വെള്ളം ചാവാൻ നേരത്ത് തരുന്നെന്ന് ആരാ കണ്ടേ? എത്രയോ നമ്മള് നമ്മൾ ഉപേക്ഷിച്ചതല്ല, അതിനെ വേണ്ട എന്നുള്ള ഈ പരസ്പര ബന്ധം എന്ന് നിങ്ങളുടെ ആദ്യത്തെ ബന്ധത്തിലും അവര് കോടതി പറഞ്ഞതൊരു കാരണമായിട്ട് മറ്റൊരു സ്ത്രീയുടെ പേര് ചേർത്താണ്. അപ്പൊ ഈ ബന്ധത്തിലും നിങ്ങളെ കുറിച്ച് ഇവരുടെ പരാതിയിൽ നിങ്ങൾ കുടുംബം നോക്കാത്തവനാണെന്നോ, മദ്യപാനിയാണെന്നോ, ധൂർത്തടിക്കുന്നവനാണെന്നോ, ആഭാസനാണെന്നോ ഒന്നും അങ്ങനെയുള്ള വാക്കുകളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ പോകുന്നിടത്തൊരു ഒരു സ്ത്രീയുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കുക. കോഴിക്കോട്ട് നിന്ന് ഉഷയെന്നും പറഞ്ഞൊരു സ്ത്രീയെ കൊണ്ടുവന്ന് നിങ്ങളുടെ അമ്മയുടെ സമക്ഷത്തിൽ വെച്ച് നിലവിളക്കിന്റെ മുമ്പിൽ വെച്ച് താലിയും കെട്ടി ഒരു 6 മാസം ആ സ്ത്രീയോടെ താമസിച്ചിട്ട് പോയിരിക്കുന്നു. ശരിയാണോ അല്ലയോ? എനിക്കറിയില്ല. നിങ്ങളുടെ അതേ ഛായയിലും അതേ പേരിലും വേറെ ആളുണ്ടോ നിങ്ങളുടെ വീട്ടിൽ? എനിക്കറിയാം. ഇവര് പറയുന്നത് ഞാൻ ചെല്ലുന്നിടത്തേക്ക് എനിക്ക് പെണ്ണുണ്ടെന്ന് പറയുന്നു. ഞാൻ ഈ സംഭവം ഉണ്ടായതാണോ? നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ അന്വേഷിച്ചത് ഇവിടുന്ന് പോയ ആൾക്കാരുടെ അവിടുന്ന് കിട്ടിയതാണ്. അത് എന്റെ കൂടെ കല്യാണം കഴിച്ചു വന്നതൊന്നുമല്ല. അല്ല, ആ വീട്ടിൽ നിന്നതാ. നിങ്ങളുടെ അമ്മയെ നോക്കാൻ വേണ്ടി വന്ന് നിന്നതാ. എന്റെ വീട്ടിൽ വന്നതാ. എന്നിട്ട് നിങ്ങൾ 6 മാസം ഇല്ലായിരുന്നു, 1.5 മാസം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 1.5 മാസം കൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കണം തീരുമാനിച്ചോ? ഇല്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല. ആ സമക്ഷത്ത് വെച്ച് താലി കെട്ടിയാണ് അകത്ത് കയറ്റി ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചത്. അനിയനും അനിയത്തിയും പറഞ്ഞു. അനിയൻ എന്നോട് പറഞ്ഞു ഞാൻ ഡ്രസ്സ് വരെ ചേട്ടത്തിയാന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുത്തു. പിന്നീടാണ് അറിയുന്നത് മേഡം അറിയുന്നത് അവരിങ്ങനെ ഹോം നേഴ്സായിട്ട് വന്നതാണ്. ഹോം നേഴ്സായിട്ട് വന്നതാണ്. പിന്നെ അവർക്ക് ഭർത്താവും കുട്ടികളും ഒക്കെ ഉള്ളതാണെന്ന് അറിഞ്ഞ് 10,000 രൂപ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പുറത്ത് ഞങ്ങൾ താമസിച്ച ഇപ്പുറത്ത് പട്ടാളക്കാരനെന്ന് പറഞ്ഞ് ഗോപി എന്ന് പറഞ്ഞ 2 ഭാര്യ അവിടെ താമസിച്ച പലരും എന്നോട് ചോദിച്ചു, മോളെ ഈ ബന്ധങ്ങളൊന്നും അറിയാതാണോ വന്ന് ചാടി? ഞാൻ പറഞ്ഞു ശരിയാ, എന്റെ മുതിർന്നവര് പറഞ്ഞ അനുസരിച്ച കേൾക്കാഞ്ഞതിന്റെ ഫലമാണ് ഇന്ന് ഞാൻ 2 കുഞ്ഞുങ്ങളോട്ട് അനുഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു കോടതിയിൽ ഉണ്ടാകുന്ന സമയത്താണ് ഇവർ ഈ പറഞ്ഞുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അല്ല ഇപ്പോഴൊന്നും അല്ല. ആദ്യത്തെ എന്തെങ്കിലും പല ബന്ധങ്ങളും ഉണ്ട്. അന്വേഷിച്ച് അന്ന് കേസുണ്ടല്ലോ, അന്ന് അന്വേഷിച്ചിട്ടുള്ളതിന്റെ എല്ലാ ഇത് കഴിഞ്ഞാണ് എനിക്ക് ഈ കോടതി വിധി വന്നതും എല്ലാം. അപ്പൊ ഇവരൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട്, അപ്പം ഇപ്പോ വേണുവിന്റെ ഭാഗത്ത് പറയുന്നത് പോലെ അവർക്ക് ഒരു സംശയം എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞ ഒരു അസുഖമാണെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ അത് കൂട്ടാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു രോഗം ഉണ്ടാകാനൊരു കാരണമായി ഇവര് നേരത്തെയും വിവാഹം ചെയ്തെടുത്ത് ഇവര് സംശയരോഗ പ്രശ്നം ഉണ്ടായാണ് അവിടെ ബന്ധം. അവനുമായിട്ട് പ്രശ്നം, ചേട്ടത്തിയുടെ പേരാ പറഞ്ഞത്, അവന്റെ ചേട്ടത്തിയുടെ പേരാ ഇവര് എന്നോട് പറഞ്ഞിട്ടുള്ളതാ. അവിടെയും പ്രശ്നം ഉണ്ടായി, ഇവരെയായിട്ട് ദേവോദരം നടന്നു, ഇവരുടെ ഈ വയറ്റിൽ സംഭവിച്ച് കുത്തി കീറിയവരെ ചെയ്തു. അപ്പൊ ആളുകളുടെ ശരീരത്തിൽ ആ വ്യക്തികൾ കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലാകും. ആ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എന്നെ ആദ്യം വിവാഹം ചെയ്ത വ്യക്തിക്ക് ആ ചേട്ടന്റെ ഭാര്യയായിട്ട് നല്ല അടുപ്പം തന്നെ ആയിരുന്നു. ചെന്നതിന്റെ പിറ്റേ ദിവസം ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞെങ്കിൽ ഞാൻ അവരോട് തിരുത്തി. ഞാൻ പറഞ്ഞ് അവരൊരു അനിയനല്ലേ ഉള്ളൂ, ഒരു ചേട്ടത്തിയല്ലേ ഉള്ളൂ, അവര് സ്നേഹമായിട്ട് ജീവിക്കട്ടെ. പക്ഷെ എന്റെ കണ്ണിൽ കാണാൻ പറ്റാത്ത അതെ കാണാൻ പറ്റാത്ത കാര്യം കണ്ടതാണ് ഈ ബന്ധം ഞാൻ വേർപെടുത്തേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പോലൊന്നും അല്ലായിരുന്നു. കുറഞ്ഞ ദിവസങ്ങളെ അവിടെ നിന്നുള്ള എനിക്ക് ഡ്രസ്സാണേലും എന്റെ ആഹാരത്തിന്റെ കാര്യം ഒന്നിനും എനിക്ക് മുട്ട് വരുത്തിയിട്ടില്ല. നിങ്ങളുടെ ബന്ധം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞല്ലോ 3 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ കോടതി പേപ്പർ കിട്ടാൻ. അമ്പലത്തിൽ പോയി താലി കിട്ടിയോ? താലി കെട്ടി. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ മാഡം. മാരേജ് ഉണ്ട്. രജിസ്ട്രേഷൻ ഇല്ലെന്ന് പറഞ്ഞ കുറ്റമൊന്നും ആവുന്നില്ല. റേഷൻ കാർഡിലൊക്കെ പേര് ഒരുമിച്ചല്ല. പുള്ളി ഒറ്റയ്ക്ക് വീട്ടിലെ കാർഡിലൊന്നും പേരൊന്നും ചേർക്കത്തൊന്നുമില്ല. ഇപ്പൊ തന്നെ ഹെൽത്ത് കാർഡിൽ
ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ മോടേയും കൂടെ വേറെ എടുത്തോ, ഞാൻ ഒറ്റയ്ക്ക് എടുത്തോളാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല വേണോ, അതൊക്കെ അജ്ഞതയാണ്. ഇന്നത്തെ കാലത്തിന് അതൊന്നും നടപ്പില്ല. നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങളുടെ കുട്ടികളാണ് അവര് എന്നുള്ളത് അത് അപ്രൂവ്ഡ് ആണ്. ഇനി അതിന് മാറ്റമൊന്നുമില്ല. ഇത് കാർഡ് പേര് വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. എന്താ പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കാരണവശാൽ ഒരു ആനുകൂല്യം കിട്ടുന്നത് നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത് കാരണം, രണ്ട് കാർഡും രണ്ട് സംഗതിയായിട്ട് നിൽക്കുന്നത് കാരണം അത് കിട്ടാതെ വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ അവർക്കും ആനുകൂല്യങ്ങൾ കിട്ടാതെ വരും. നമ്മൾ പിന്നെ അതെല്ലാം പ്രൂവ് ചെയ്യാനുള്ള സംഗതികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുകയും പിടിക്കുകയൊക്കെ വേണം. എന്നല്ലാതെ ഇത് ഒരു നാളെ ഒരു കേസ് ഉണ്ടായാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ടല്ലേ മാഡം. ഭർത്താവ് എന്ന് പറയുന്നത് അപ്രൂവ്ഡ് ആണല്ലോ. ഞാൻ പറയട്ടെ, ഈ ഒരു ബന്ധം ഇത്ര വഷളാവാൻ എന്ത് സംഗതി ഉണ്ടായിരിക്കുന്നു? കാര്യമായിട്ടൊന്നുമില്ല. ഇവര് നിസ്സാര കാര്യങ്ങൾ. ആരും ഒരു ബന്ധം ഉലയത്തക്ക രീതിയിൽ ഇവർ തമ്മിൽ യാതൊന്നും ഉണ്ടായിട്ടില്ല. അയാള് കുടുംബം നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അവര് തന്നെ പറയുന്നുണ്ട്. ആ കുടുംബം ഒരു പൊന്നുപോലും വേണ്ട എന്ന് പറഞ്ഞു. സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല, പൈസ വാങ്ങിച്ചിട്ടില്ല, അവരുടെ കടങ്ങളൊക്കെ അയാൾ തീർത്തു, കുടുംബത്തെ കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ചെയ്തു. പക്ഷെ അയാൾ പുറത്തു പോകുമ്പോ അയാൾക്ക് വേറെ ബന്ധങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് സംശയമല്ലേ? തെളിഞ്ഞിട്ടില്ല ഇതുവരെ. നമ്മുടെ ജീവിതത്തിൽ സംശയം മാത്രമേ ഉള്ളൂ, അല്ലാതെ. അപ്പൊ ഒരു കൗൺസിലിംഗിന്റെ ആവശ്യം ഇതിനകത്തുള്ളത് ഉണ്ട്. അവരുടെ വീട്ടിലാണ് എന്നുള്ളത് കൊണ്ടും കൂടെ അവരുടെ ആളുകളുടെ ഇടയ്ക്കണം എന്നുള്ളൊരു അടിസ്ഥാനപരമായിട്ടൊരു പ്രശ്നം കിടപ്പുണ്ട്. ആദ്യത്തെ ബന്ധത്തിൽ അതായിരുന്നു പ്രശ്നം. അത് കിടക്കുന്നതുകൊണ്ട് അവർക്കെല്ലാം സപ്പോർട്ടും ഉണ്ട്. ഞാൻ ഒറ്റയ്ക്കാണല്ലോ, എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നും. ഇതൊരു മതിയായ കാരണങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. സാധാരണ വഴക്കുകൾ വീട്ടുകളിൽ ഉണ്ടാവാവുന്നത്. ഒരു കൗൺസിലിംഗ് കഴിഞ്ഞാൽ ഇന്നേ നിമിഷം വരെ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറക്കി ഓരോന്നോരോന്ന് വലിയ വലുതായിട്ട് മേടിച്ച് കാണിക്കുക. എന്റെ വീട്ടുകാർ എന്തെങ്കിലും ഏട്ടനെ ഇച്ചി പോകുന്നൊരു കാര്യം ചേട്ടനും വീട്ടുകാരൊന്നും പറയണ്ട, നിങ്ങൾ തമ്മിലാ ഒന്നിച്ച് കഴിയേണ്ടത്. വീട്ടുകാരൊന്നും ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അദ്ദേഹത്തിനോട് ജീവിക്കാൻ പറ്റത്തില്ല മാഡം. ഈ ഒരു ജീവിതം ഇവിടെ വെച്ച് ഞാൻ നിർത്തുക. ഞാൻ എൻ്റെ മക്കളുമായിട്ട് ചിലപ്പോൾ തെണ്ടേണ്ടി വരുമായിരിക്കും. ഈശ്വരൻ എന്നെ അതിനും ചിലപ്പോൾ വിടുമായിരിക്കും, അതും ഞാൻ സഹിച്ചോളാം. പക്ഷെ ഈ വ്യക്തിയായിട്ട് ഞാൻ ജീവിക്കത്തില്ല. അല്ല, ഈ വ്യക്തിയായിട്ട് ജീവിക്കണ്ട എനിക്ക് ദേഹോപദ്രവം കൊള്ളാൻ വയ്യ. ഉണ്ടാക്കാം. ഒരു കാര്യം പറയുന്ന കേക്ക്. ആദ്യം കൗൺസിലിംഗ് ആവശ്യം. കൗൺസിലിംഗ് ആണ് ആവശ്യം. രണ്ടുപേർക്കും ഒരു കൗൺസിലിംഗ്. നിങ്ങളിപ്പോ ഈ കോടതി ഇവിടെ അല്ല, ഇതൊരു കോടതിയാണ്, അദാലത്താണെങ്കിൽ പോലും ഇതല്ലാതെ നിങ്ങൾ കോടതിയിൽ പോയാൽ, കുടുംബ കോടതിയിൽ പോയാലും ഈ കൗൺസിലിംഗ് അനിവാര്യമാണ്. അത് ഒഴിവാക്കാനേ പറ്റില്ല. അതിപ്പോ ഇവിടെ ആവുമ്പോൾ ഇന്നുകൊണ്ട് അത് തീരുമാനിക്കും. അതെ, നേരത്തെ തന്നെ പറഞ്ഞു, മൂത്ത കുട്ടിക്ക് അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ വേണ്ടിട്ട് പോകുന്നു. അപ്പൊ ആ കുട്ടികളുടെ കാര്യം എന്താ ചിന്തിക്കാത്ത? ഇതിന്റെ ചിന്തിച്ചിട്ടാ മാഡം. വീണ്ടും ഇദ്ദേഹം പിണങ്ങി അവിടെ പോയി താമസിച്ച ടൈമിലും ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അവിടെ ചെന്ന് കിടന്ന് ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്തെങ്കിലും ഒന്ന് ഉറച്ച് മൂളിക്കഴിഞ്ഞാൽ ഇറങ്ങി ഇവിടെ നിന്റെ ആരായിരിക്കുന്നത്, എന്താ നിന്റെ മറ്റവർ വെച്ച വീടാണോ, അങ്ങനെയൊക്കെ സംസാരം. എന്നിട്ടും സഹിച്ച് ഞാൻ 2.5 വർഷം ഞാൻ പുള്ളിയോട് അവിടെ തന്നെ നിന്ന്. അവർ അനിയന്റെ വീടകാര്യം ശരി, അവിടെ വെച്ചൊന്നും സംസാരിക്കാനും മിണ്ടാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. നിങ്ങളുടെ ബന്ധുക്കൾ ആരാ വന്നിട്ടുള്ള കൂടെ? വന്നിട്ടുണ്ട്. ചേട്ടത്തിന്റെ മോളും ഭർത്താവും കൂട്ടുകാരിയും വന്നിട്ടുണ്ട്. ആരൊക്കെ? നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തണം. ശ്രീജൻ, കുഞ്ഞോളുടെ ചേട്ടത്തിയുടെ മോളുടെ ഭർത്താവ്. ചേച്ചിയുടെ മോളുടെ ഭർത്താവ്. ശ്രീജൻ എന്ത് ചെയ്യുന്നു? പെയിന്റിങ്ങിന്റെ പണിയാണ്. പെയിന്റിങ്ങിന്റെ പണി. അത് ചേച്ചിയുടെ മോളല്ലേ? പേരെന്താ? മോളി. അതോ? പേര് സുനി. ഞാൻ കൂട്ടുകാരിയാണ്. എത്ര വർഷത്തെ പരിചയം എടുപ്പം? 15 വർഷത്തെ പരിചയമുണ്ട്. ഉണ്ട്. ഒന്നിച്ച് പഠിച്ചതോ അങ്ങനെ വല്ലോ? അല്ല, വർക്ക് ചെയ്തേ. ഒന്നിച്ച് ജോലിക്ക് പോകുമ്പോൾ ചെയ്യുവാൻ. ഇത് വേണുന്റെ നമ്മുടെ ഒരു ചേട്ടനാണ് ബന്ധത്തിൽ. എപ്പോഴും അടുപ്പം പരിചയമൊക്കെ നമ്മളുമായിട്ട് തൊഴിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ. എന്താ ചേട്ടന്റെ പേരെന്താ? സുരേന്ദ്രൻ. അപ്പൊ ഇവരുടെ പരാതിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. കുറെ കാര്യങ്ങൾ അവർ സംസാരിച്ചു. അപ്പം ഇതിന്റെ നല്ല വശങ്ങളെ കുറിച്ചാണ് നമ്മൾ ആദ്യം ആലോചിക്കുന്നത്. ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിന്റെ ഏറ്റവും മോശമായിട്ടുള്ള സൈഡ് നമുക്ക് പിന്നെ സംസാരിക്കുന്നതാണ് നല്ലത്. നല്ല വശങ്ങളെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ വേണു വളരെ ഉത്തരവാദിത്വമായിട്ട് കുടുംബം നോക്കുന്ന ഒരാൾ തന്നെയാണ്. ഇവർക്ക് 2ാമത്തെ വിവാഹമാണ്, അത് അദ്ദേഹത്തിന്റെ 2ാമത്തെ വിവാഹമാണ്. പക്ഷെ അത് വേറെ മറ്റൊരു ഡിമാൻഡും ഇല്ലാതെ കല്യാണം കഴിച്ചു. അദ്ദേഹം തന്നെ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിച്ചു. പിന്നെ അത്യാവശ്യം കടങ്ങളുണ്ടായിരുന്നു, തീർത്തു. അതൊക്കെ പിന്നെ കുഞ്ഞുമോളാണ് പറഞ്ഞത് ആദ്യം. തീർത്തിട്ട് കുടുംബത്തിലെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിടുക, ആ വീട്ടിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും, കുഞ്ഞിനെ നല്ലോണം നോക്കും, സ്നേഹിക്കുകയും ഒക്കെ ചെയ്യും. ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ പോകുന്ന സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് ഇവിടെ കുഞ്ഞുമോൾ പറയുന്നത്. വേണുവിൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ വേണു ആദ്യത്തെ ബന്ധത്തിൻ്റെ കാര്യം പറഞ്ഞു. അതിനകത്ത് ചില കാര്യങ്ങളുള്ള സത്യസന്ധമായ ഒരു അപ്രോച്ച് നമുക്ക് മനസ്സിലായി.
ആ കേസിന്റെ പേപ്പറും ഒക്കെ കോടതി അദ്ദേഹം കാണിച്ചു. പിന്നെ ഈ ഒരു പോസിറ്റീവ് സൈഡും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം പല ഇവിടെ കഥകളിലും നമ്മൾ വരുമ്പം കേൾക്കുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ ആദ്യത്തെ ഒരു ലൈഫ് കിട്ടിയത് നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞൊരു രക്ഷയായിട്ട് കരുതി രണ്ടാമതൊരു കല്യാണം കഴിക്കും. അത് അതിനേക്കാൾ പുലിവാലായിട്ടെന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് മദ്യപിക്കുകയും കുടുംബം നോക്കാതെ വരികയും കുഞ്ഞുങ്ങളായി അവരും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഉടരുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ഞങ്ങൾ ഒരുപാട് കേസുകൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇതിൽ അതൊന്നുമല്ല. സ്ഥിരമായിട്ട് ഈ എന്താ പറയുന്ന കുഞ്ഞുമോൾക്ക് ഇയാൾക്ക് പരസ്ത്രീ ബന്ധമുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഒരു ഭാര്യയ്ക്ക് നിരന്തരം ആ സംശയം ഉണ്ടാകത്തക്ക സാഹചര്യം സൃഷ്ടിക്കുന്നതിൻ്റെ കാരണക്കാരൻ ആകേണ്ടി വരും. മനസ്സിലായില്ലേ? ഈ മനോരോഗം എന്ന് പറയുന്നത് വെളിയിൽ പറയാൻ കൊള്ളാത്ത അസുഖമൊന്നുമല്ല. അങ്ങനെ ഒരു ധാരണ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്നത് അങ്ങനെയല്ല. എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനസ്സിന് അസുഖമുള്ളവരാണ്. ഏത് സമയത്തും അസുഖം വരാം. എനിക്കും അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മനസ്സിൻ്റെ അസുഖം എന്ന് പറയുന്നത് മരുന്ന് കുറച്ചേരം മരുന്ന് കഴിക്കേണ്ടി വരും, അത് കഴിയുമ്പോൾ ശരിയാകും. അല്ലാതെ സ്ഥിരമായിട്ട് ചങ്ങലക്കിട്ട് നമ്മൾ അകത്ത് സൂക്ഷിക്കേണ്ട ആ ഭ്രാന്തെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ കാലമൊക്കെ പോയി. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ടെൻഷനോ എൻ്റെ കുഞ്ഞിനെ ഒറ്റക്കിട്ടിട്ട് ഞാൻ ജോലിക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആശങ്കപ്പെടുന്നതൊരു മാനസികമായൊരു അസുഖമാണത്. അപ്പോൾ അത് കുറേ കൗൺസിലിംഗ് നടത്തി ഒരു ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അവരതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞു തന്ന് നമുക്കൊരു സമാധാനവും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ പേരിൽ എനിക്ക് ഉറക്കക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹരിക്കാനായിട്ട് മരുന്നുകൾ കുറച്ചാൾ കഴിക്കേണ്ടി വരും. ശരീരത്തിന് വരുന്ന അസുഖം പോലെ തന്നെ മനസ്സിനും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊരു കാരണമായിട്ട് ഒരാളുടെ ഒരു മാനസിക രോഗ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ വട്ടാണ് അവർക്ക്. അതുകൊണ്ട് അവർ പറയുന്ന ഒന്നും ഏക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന ആ ഒരു അബദ്ധധാരണ വേണ്ട. അങ്ങനെ ഒരു നമുക്ക് എനിക്കില്ല. ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയി നല്ല രീതിയിൽ നിങ്ങൾ ചികിത്സിക്കാൻ ശ്രമിച്ചത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു നല്ല വശമായിട്ട് നമ്മൾ അന്ന് കാണണം. ഇന്നിപ്പം ദേഷ്യം വരുമ്പോ അത് ഇന്നതിന് വേണ്ടി ആയിരുന്നു എന്നൊന്ന് പറയാമെങ്കിൽ വീണ്ടും മരുന്നിന് പോകാനായിട്ട് ഞാൻ വിളിച്ചു. മോളുടെ പാലുകൂടി നടത്തിയപ്പോ അവര് പറഞ്ഞു വരത്തില്ല എന്ന് പറഞ്ഞു. അതിൽ തോന്നുന്നത് ഈ തെറ്റിദ്ധാരണ മനസ്സിനകത്ത് കിടക്കുന്നത് ഇതൊരു എന്നെ വട്ടാണെന്ന് കാണിക്കാൻ വേണ്ടിയാണോ ഇയാൾ ചെയ്യുന്നത് എന്നുള്ളൊരു ധാരണയാണ്. പലർക്കും പലതരത്തിലുള്ള ആശങ്കകളും അല്ലെങ്കിൽ അതിന്റെ ഉത്കണ്ഠ കൊണ്ടുമൊക്കെ ഇത് തോന്നാം. അസുനി പിന്നെ കുഞ്ഞുമോളുടെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ സംസാരത്തിലോ ഒക്കെ എന്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഒന്നുമില്ല. നിങ്ങൾക്ക് വീട്ടിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചികിത്സ ചെയ്തായിട്ട് അറിയാമോ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഒരിക്കലും പറഞ്ഞാൽ ഞാൻ ഇവിടെ കിട്ടിയപ്പോൾ 6 വർഷമായി. 6 വർഷത്തിനുള്ള കേസ് കൊണ്ട് ഇതുവരെയും പല സങ്കടങ്ങളും എന്നോട് പറയാറുണ്ട് വിളിച്ചു. ആ പറയാറുള്ള ഘടകങ്ങളിൽ പലതും മേലെ ഉപദ്രവം ചെയ്യുന്നതും പിന്നെ ഇതണക്ക് പല പല പ്രശ്നം കൊച്ചിന്റെ കേസായിട്ടാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. പിന്നെ അതാണ് അവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. ആ ഒരു രണ്ടാമത്തെ കുഞ്ഞ് വേണ്ടാന്ന് അയാൾ പറയാ. മാത്രമല്ല അതിന് മുന്നേ അവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്ന കേസുകൾ പല കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്. അതായത് കുഞ്ഞമ്മയ്ക്ക് പറയാനുള്ള പല കേസുകളും എന്നോട് തുറന്ന ഒരു അനിയന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്നോട് പറയാറുള്ള പല കാര്യങ്ങളും അനാവശ്യ ബന്ധങ്ങളെന്നുള്ളത് അത് തന്നെ പല കേസുകളും അവര് പോയി കുഞ്ഞുമോള് പോവാതെ കൂടാതെ തന്നെ പല ആൾക്കാര് പല രീതികളും വന്ന് കുഞ്ഞുമോട് പറയാറുമുണ്ട്. അന്വേഷിക്കുന്ന രീതി തന്നെ കുഞ്ഞുമോളായിട്ട് തന്നെ രണ്ടുപേരും അടി കൂടാതെ തന്നെ പല രഹസ്യമായിട്ടുള്ള രീതി തന്നെ അവർ രണ്ടുപേരും കൂടെ ചെന്ന് പല ആൾക്കാർ ഈ പറഞ്ഞപ്പോൾ മെമ്പറും വേറൊരു സ്ത്രീയും കൂടെ ചെന്ന്, ആ പേര് പറയുന്നില്ല, ആ സ്ത്രീയും കൂടെ ചെന്ന് കണ്ടുപിടിച്ചിട്ട് കുഞ്ഞുമോളെയും കൂടെ കൂട്ടിക്കൊണ്ട് ചെന്ന് കണ്ട ഒരു നിലപാടുണ്ടായിട്ടുണ്ട്. അതുവരെ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്കത് സത്യമാണെന്ന് തെളിവും ഉറപ്പും മേഡം, ഞാൻ കരുനാപ്പിളാണ് ജീവിക്കുന്നത്. ഇവിടെ കൊണ്ട് ഞാൻ കരുനാപ്പിളാണ് താമസിക്കുന്നത്. ഫോണിൽ കൂടെ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളും സങ്കടാവസ്ഥയിലാണ് എന്നോട് വിളിച്ച് പറയാറുള്ളത്. പക്ഷെ നിങ്ങൾ അത് എന്തെങ്കിലും അന്വേഷിച്ചത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഉറപ്പുവരുത്താൻ ഞാൻ അവിടുന്ന് ഇവിടെ വരുന്ന സമയം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടക്കേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റൂലല്ലോ. പറ്റത്തില്ല. അപ്പൊ ഈ പലരും വന്ന് പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് അറിവുള്ളൂ. പിന്നെ കുഞ്ഞമ്മ പറഞ്ഞു തരാറുള്ള അറിവ് മാത്രം. ഇതിനകത്ത് ഇപ്പൊ ഇതൊക്കെ ഈ കഥകൾ കേട്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് കോടതിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട സംശയങ്ങളാണത്. കാരണം ഇതിനകത്ത് ആധികാരികമായിട്ട് ഇന്നതാണ്, ഇന്ന ആളുമായിട്ട് ഇന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ അവരുമായിട്ട് നിരന്തരം ബന്ധമുണ്ട് എന്ന് പറയത്തക്ക ഒരു തെളിവും ഇതുവരെ നമുക്ക് ഇവിടെ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടാവല്ലോ. അല്ല, ഭാര്യ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ളതിന്റെ കാര്യം അയാളുടെ കൂടെ വള്ളത്തിൽ ജോലിക്ക് പോകുന്ന ഒരാൾ അയാളുടെ വീട്ടിൽ ചെന്നവർ അന്വേഷിക്കാൻ ചെന്ന സമയത്ത് ആ മനുഷ്യൻ കാലൊടിഞ്ഞ് ആ വീട്ടിൽ കിടക്കുകയാണ്. ഇയാൾ ആ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കേണ്ടതാണ് അവർ കണ്ട കാഴ്ച. ഒരു ദിവസം 2 ദിവസം ആണെങ്കിൽ അല്ല, അവരൊരു പ്രാവശ്യം പോയിട്ടുള്ളൂ. ഇപ്പൊ കൂടെ പണിയെടുക്കുന്നതാ ഇങ്ങനെ ഒരു മനുഷ്യൻ കൂടെ ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പലതവണ പോയിട്ടുണ്ടെന്ന് പറയുന്നതിൽ നമ്മൾ ഈ ഒരു അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ബന്ധങ്ങളിലും നമുക്ക് അത് തോന്നും. അല്ല, ഒരു വീട്ടിലാണെങ്കിൽ കുഴപ്പമില്ല. 2-3 വീട്ടിൽ അതാണ് ഞാൻ ചോദിക്കുന്നത്. അതല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ നേരിട്ടറിവുള്ള കാര്യം ഇത് നേരിട്ട് നമുക്ക് അറിവും തെളിവും അത് കറക്റ്റായിട്ട് ഒരു ഉറപ്പും ഇല്ലാത്തൊരു കാര്യം ഇന്ന ആള് ഇന്ന സ്ഥലത്തു നിന്ന് ഇങ്ങനെ പറഞ്ഞു,
അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്നുള്ളത് വെച്ച് മാത്രം നമുക്ക് ഒരാളിനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇപ്പൊ നാളെ ശ്രീനിയോട് താല്പര്യമില്ലാത്ത ആൾക്കാർ, നിങ്ങളെ ഒരു മനഃപൂർവ്വം വൈരാഗ്യമുള്ള ഒരാൾ ആ കുട്ടിയോട് മോളിയോട് വന്ന് പറയുകയാണ് ഇന്ന ആളിനെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു എന്നുകൊണ്ട് അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഒരു ചെറിയ സംശയത്തിന്റെ തീപ്പൊരി വന്നു പോയാൽ ഇതിന് മൊത്തം സംശയമായിരിക്കും. ഇത് അടിസ്ഥാനപരമായിട്ട് ഈ കുട്ടിക്ക് ഈ സംശയം വരാൻ, ഈ പ്രശ്നം ഉണ്ടാവാനുള്ള പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് സിനി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ മുൻ ഭാര്യ, അവരൊരിക്കലും ഈ കുട്ടിയെ വന്ന് കണ്ട് ഒരു തീപ്പൊരി ഇട്ടിട്ട് പോകാൻ പാടില്ല. അവിടെ തന്നെ ആ സ്ത്രീയുടെ നെഗറ്റീവ് സൈഡ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ ജീവിതമോ നഷ്ടപ്പെട്ടത്, എക്സ്പാർട്ടിയായിട്ട് വിധി വന്ന കേസാണ് അത്, അവർ പോയി ഡൈവേഴ്സ് വാങ്ങിച്ചതല്ല. അങ്ങനെ ഒരു സ്ത്രീ പുതിയതായിട്ട് കല്യാണം കഴിച്ച് അയാൾ ജീവിക്കുന്നു, ജീവിച്ചുകൊണ്ട് പോട്ടെ, എൻ്റെ കൊച്ചുങ്ങളുടെ അച്ഛൻ എനിക്ക് ചെലവിനും തരുന്നുണ്ട് എന്ന് ചിന്തിച്ചിരിക്കേണ്ട ഒരു നല്ല സ്ത്രീ ആവണമായിരുന്നു അവർ. മറിച്ച് ഇവരെ വന്ന് കണ്ടിട്ട് ഇയാളെ എങ്ങനെ കല്യാണം കഴിക്കുകയാണ്, പോകുന്നിടത്തൊക്കെ ബന്ധം ഉണ്ടാക്കുന്നവനാന്നൊരു തീപ്പൊരി ഇട്ടിട്ട് പോയി. അവിടുന്ന് തുടക്കമായി, മനസ്സിനകത്ത് ഇത് കിടക്കുക.